ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രസാദാണ്. ഇന്ന് ഞാനപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ചാരു ചേച്ചിയുടെ ചാരുവേദ ഹെയർ കെയർ ഓയിലിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഇത് ഞാനൊരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ പറയാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ച സംഭവമാണ്. മാറ്റി വെച്ചിട്ടില്ല, അതായത് ഇന്ന് ഉപയോഗിക്കുന്നതാണ്, പക്ഷെ റിവ്യൂ പറയാനായിട്ട് മാറ്റി വെച്ചതാണ്. ഞാൻ വെക്കേഷന് പോയ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. മെയ്, ജൂൺ, ജൂലൈ, ഇതിപ്പോൾ ഓഗസ്റ്റായി. അപ്പോൾ ഇത് പറയേണ്ട സമയമായപ്പോഴാണ് ഞാൻ ഈ റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത്. സാധാരണ പൊതുവെ ഈ ഹെയർ കെയർ ഓയിലിൻ്റെ പറ്റിയിട്ട് ആണുങ്ങളാരും റിവ്യൂ പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഹെയർ കെയർ ഓയിൽ ഉപയോഗിക്കുന്നതും ആണുങ്ങളായിരിക്കും. കാരണം അവർക്കാണ് കൂടുതൽ ഈ പുറം സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരും അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നൊരു സംഭവമാണ് ഈ മുടി കൊഴിച്ചിൽ, താരൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, വെള്ളം മാറുന്നതുകൊണ്ടും പിന്നെ അങ്ങനെയുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് മുടി കൊഴിച്ചിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത് കൂടുതലും ആണുങ്ങളായിരിക്കും. പക്ഷെ അവരാണ് ഏറ്റവും കുറവ് റിവ്യൂ പറയുന്നതും. പക്ഷേ ഇത് എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾക്ക് സംതൃപ്തി തരുന്നത് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ കാശ് മുടക്കി ഒരു സാധനം വാങ്ങി അതിൻ്റെ റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ട് വരുമ്പോൾ അത് പുറത്ത് വന്ന് പറയാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. കാരണം ഞാനിത് ഉപയോഗിച്ചു, അതെനിക്ക് 100% എനിക്കത് ഫലപ്രാപ്തിയാണെന്ന് തോന്നി. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും നല്ല ഒരു നല്ല ഒരു കാച്ചെണ്ണയാണ് ഈ ചാരുവേദയുടെ ഹെയർ കെയർ ഓയിൽ. അത് എൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. കാരണം കണ്ടോ, ഇവിടെയാണ് ഞാൻ രാവിലെ വന്ന് മുടി ഇങ്ങനെ ഈരും, ഇവിടെ താഴത്തോട്ടേക്ക് ഈരുമ്പോൾ ഇവിടെ ഫുള്ള് മുടിയാണ്, നിറച്ച് മുടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദൈവം എത്രമാത്രം മുടിയാണ് കൊഴിയുന്നതെന്നും ആകെ ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ കഷണ്ടിയായി മാറുമെന്ന്. വീട്ടിലാർക്കും കഷണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇനി അങ്ങനെ വരത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പേടി, ഈ ഇവിടുത്തെ വെള്ളമൊക്കെ മാറി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഈ QBGയുടെ റിവ്യൂസൊക്കെ വായിച്ചിട്ട് ഞാൻ നാട്ടിൽ വെക്കേഷന് ചെന്ന് അന്ന് തന്നെ പോകുന്നതിനേക്കാൾ മുമ്പ് ഷാജി ചേച്ചിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് ഈ സംഭവം വേണം. അപ്പം ഞാൻ എത്തിയ ഉടനെ തന്നെ എനിക്കിത് കിട്ടിയായിരുന്നു. അപ്പോൾ അന്ന് ചേച്ചി പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ അത് ആദ്യത്തെ കുറച്ച് 2 ആഴ്ചയൊക്കെ കുറച്ച് ഉപയോഗിച്ച്, മസാജൊന്നും ചെയ്യാതെ ഉപയോഗിച്ചു. അങ്ങനെ പിന്നീട് ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ തലയിൽ എണ്ണ തേച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പറയട്ടെ, സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോട് തന്നെ പറയട്ടെ, ഒരൊറ്റ മുടി പോലും എൻ്റെ പൊഴിയുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ തലമുടി ഈരി ആ സ്ഥലമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. ഒരൊറ്റ മുടി പോലും ഇല്ല അവിടെ. ഫുള്ള് മാത്രമല്ല, നല്ല തിക്കായിട്ട് വളരുന്നുണ്ട്, നല്ല തിക്കായിട്ട് വളരുന്നുണ്ട് മുടി. ഇത് ഞാൻ മെയ്യിൽ നാട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ 3 പ്രാവശ്യം മുടി വെട്ടി കഴിഞ്ഞു. ഇപ്പോൾ ദേ വീണ്ടും വെട്ടാറായിട്ടുണ്ട് എൻ്റെ മുടി. അപ്പോൾ ഇനി ഞാൻ വെട്ടുന്നില്ല, കുറച്ചും കൂടി വളർത്താം എന്ന് വിചാരിച്ചിട്ടാണ്. ചാരുവേദയുടെ ബ്രാൻഡ് അംബാസഡർ ആവാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക. നല്ലൊരു ഹെയർ കെയർ ഓയിലാണ്. താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനൊക്കെ എഫക്റ്റീവാണ്, ഒരു സംശയമില്ല. പിന്നെ നല്ല ഉറക്കം കിട്ടും. പിന്നെ നല്ല മണമാണ്, കാച്ചെണ്ണയുടെ മണം കൂടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ഇത് നല്ലൊരു പിന്നെ ഞാനിത് കുളിച്ച് കഴിഞ്ഞിട്ട്, ഈ താരൻ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ കഴുകി കളയാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടി പറയട്ടെ. നദയുടെ ഹൈബിസ്കസ് ഷാമ്പു ആണ്, ഹെർബൽ ഷാമ്പു. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്ത മണമാണ്, നല്ല മണം. പിന്നെ കുളി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആ മുടി ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനത് വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ നദ ഹെർബൽ ഷാമ്പു സൂപ്പറാണ്. രണ്ടും കൂടി ചേരുമ്പോൾ അസാധ്യ റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ താങ്ക്സ് ചാരുവേദ ഹെയർ കെയർ ഓയിൽ, പിന്നെ നദ ഹെർബൽ ഷാമ്പു. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം.